ഇവിടെ വലിയേട്ടനാര് എന്ന പ്രശ്നമുണ്ടാകും എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. BJPക്ക് JDUവിനേക്കാൾ ഏറെ സീറ്റുകൾ ലഭിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിന് BJP തന്നെ അവകാശവാദം ഉന്നയിക്കും എന്ന ഒരു ധ്വനി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഏതാണ്ട് തുല്യമായ സീറ്റുകൾ 101 സീറ്റിൽ മത്സരിച്ച് 90 സീറ്റിൽ BJP ജയിക്കുകയും 101 സീറ്റിൽ തന്നെ മത്സരിച്ച് 84 സീറ്റിൽ JDU ജയിക്കുകയും ചെയ്തപ്പോൾ സമാനമായ ഒരു നമ്പേഴ്സാണ്. മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് കൊടുത്തപ്പോൾ 2 ഉപമുഖ്യമന്ത്രിമാർ, സ്വാഭാവികമായി BJPയുടെ സ്ട്രെങ്ത് അനുസരിച്ച് 2 ഉപമുഖ്യമന്ത്രിമാരും നേരത്തെ ഉണ്ടായിരുന്ന സാമ്രാട് ചൗധരിയും സിൻഹയും 2 പേരും BJP നോമിനീസാണ്. അപ്പോൾ പ്രധാന ചോദ്യം, കഴിഞ്ഞ തവണ മാത്രമല്ല 2005 മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിതീഷ് കുമാറിൻ്റെ 10 മന്ത്രിസഭകളിൽ, അതായത് 9 ഇതിനു മുൻപുള്ള 9 മന്ത്രിസഭകളിൽ 8ലും ആഭ്യന്തരം കൈകാര്യം ചെയ്തത് നിതീഷിന്റെ വിശ്വസ്തരോ ആയിരുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.